എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ലൂഫി അവൻ ജിംബയുടെ മുമ്പിലിരുന്ന് പൊട്ടിക്കരയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അതായത് ഷാങ്സ് ലൂഫിയെ വിട്ടു പോയതിനു ശേഷമുള്ള ലൂഫിയുടെ ലൈഫ്. ലൂഫിയുടെ ഗ്രാമം ആക്ച്വലി ഒരു അടിപൊളി ഗ്രാമമാണ്. എല്ലാവരും സ്നേഹത്തോടുകൂടെയും സമാധാനത്തോടു കൂടെയുമാണ് അവിടെ ജീവിച്ചു വന്നത്. പക്ഷെ ഗ്രാമത്തിന്റെ ഏറ്റവും അരികിലായി എല്ലാവരും ഭയക്കുന്ന ഒരു കാടുണ്ട്. അല്പം പവറും എനർജിയും ഒക്കെ ഉള്ളവർക്ക് മാത്രമേ ആ കാട്ടിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ. അല്ലാത്തവരെ ആ കാട്ടിലുള്ള ഒരുപാട് സാധനങ്ങൾ ചേർന്ന് അച്ചരം പൊച്ചരം കാട്ടിച്ച് കീറും. കട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ കാർപ്പാണെങ്കിൽ ലൂഫി ആയിട്ട് പൊരിഞ്ഞ അട്ടിയും വഴക്കൊക്കെ ആയി അവനെ തൂക്കിയെടുത്ത് കാട്ടിലൂടെ നടന്നു വരികയാണ്. കാർപ്പിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ലൂഫി ഐസും അവർ രണ്ടുപേരും വലിയൊരു നേവി സോൾജേഴ്സായി മാറണം എന്നാണ്. പക്ഷെ അവരുടെ ഇഷ്ടം അവർക്ക് ഫ്യൂച്ചറിൽ പൈററ്റ് കിങ് ആയി മാറണമെന്നും. ഇവിടെ ലൂഫി ആണെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഡെവൽ ഫ്രൂട്ടും കഴിച്ചു. ആ ഷാങ്സ് അവനുമായിട്ട് തിക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി. ഇത് രണ്ടും നമ്മുടെ കാർപ്പിന് ഒട്ടും ഇഷ്ടമല്ല. ആളിപ്പോ ലൂഫിയെ പിടിച്ചു വലിച്ച് അങ്ങനെ നടന്നു വരികയാണ്. ലൂഫി ആണെങ്കിൽ ഒരു മരത്തില് അങ്ങനെ ചുറ്റിപ്പിണഞ്ഞിരിക്കും. കാർപ്പാണെങ്കിൽ ഒന്നും ശ്രദ്ധിക്കാതെ ലൂഫിയുടെ മുഖം പിടിച്ച് വലിച്ച് മുൻപോട്ടേക്ക് കൊണ്ടുപോകും. അവസാനം അവൻ പിടിച്ചിരുന്ന മരം അതങ്ങനെ കടപുഴകി കാർപ്പിന്റെ തലയിൽ വന്ന് ആഞ്ഞെട്ടിക്കും. കാർപ്പാണെങ്കിൽ ലൂഫി എങ്ങനെയൊക്കെയോ ചവിട്ടിക്കൂട്ടി ഇപ്പൊ ഒരു വീട്ടിലേക്ക് കൊണ്ടുവരാണ്. അവിടെയാണെങ്കിൽ കേൾ എന്ന് പേരുള്ള ഒരു ആന്റി, ആളുടെ കൂടെ തന്നെ രണ്ട് അസിസ്റ്റൻസും. ലൂഫി ആദ്യമായിട്ടാണ് ഇങ്ങനെ കാടിന്റെ നടുക്ക് ഒരു വീട് കാണുന്നത്. ആക്ച്വലി ഈ കേൾ ആന്റിയാണ് നമ്മുടെ ഏസിനെ അവനെ ഇത്രയും കാലം വളർത്തിക്കൊണ്ടു വന്നത്. ലേഡി ആണെങ്കിൽ കാർപ്പിനെ കാണേണ്ട താമസം ആളുടെ കാലിൽ വീണ് കെഞ്ചും, ദയവ് ചെയ്ത് ഏസിനെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോ. 10 വയസ്സായവന്, പക്ഷെ അവനെ കൊണ്ട് 10 പൈസയുടെ ഉപകാരം ഞങ്ങൾക്കില്ല. മാത്രമല്ല ഞങ്ങൾക്ക് ഓരോ ദിവസവും വലിയ തലവേദനയാണ് അവൻ തരുന്നത്. കാർപ്പാണെങ്കിൽ അത് കേട്ട് പൊട്ടിച്ചിരിക്കും. ഉടനെ കാർപ്പ് ഇപ്പൊ ലൂഫിയെ പിടിച്ച് അവരുടെ മുൻപിലേക്ക് ഇട്ടുകൊടുക്കും. ഇതും എന്റെ പേരക്കുട്ടിയാണ്. എയ്സിനോടൊപ്പം നിങ്ങൾ ഇവനെയും ഇവിടെ തന്നെ വളർത്തണം. അത് കേൾക്കേണ്ട താമസം അവരുടെ 3 പേരുടെയും ഫ്യൂസ് പോയി താഴെ വീഴും. ആ ലേഡി ആണെങ്കിൽ ഇപ്പൊ കാർപ്പിന്റെ കാല് പിടിച്ചു പറയും, പ്ലീസ് ദയവ് ചെയ്ത് 8ന്റെയും 16ന്റെയും പണി ഞങ്ങൾക്ക് തരരുത്. പക്ഷെ കാർപ്പാണെങ്കിൽ തീർത്ത് പറയും, എനിക്കൊന്നും കേൾക്കണ്ട, ഇവര് രണ്ടുപേരെയും നിങ്ങൾ തന്നെ വളർത്തണം. നിങ്ങൾ 3 പേരും വലിയ ക്രിമിനൽസ് ആണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ ഇവരെ വളർത്താൻ തയ്യാറായിട്ടില്ല എങ്കിൽ നിങ്ങളെ 3 പേരെയും ഞാൻ ഇമ്പിൾ ടൗൺ ജയിലിലേക്ക് അയക്കും. ഇവിടെ ലൂഫി ആണെങ്കിൽ ആ കാട് മുഴുവൻ ഓടി നടക്കുകയാണ്. അപ്പൊ അവന്റെ മുഖത്ത് ആരോ കാർക്കിച്ച് തുപ്പും. ലൂഫി വമ്പം കൽപ്പില് മുകളിലേക്ക് നോക്കും. തുപ്പിയത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ ഏസ്. യു ആർ അൺബിലീവബിൾ. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മുഖത്ത് തുപ്പും. മര്യാദക്ക് എന്നോട് മാപ്പ് പറ. പക്ഷെ ഏസ് ആണെങ്കിൽ യാതൊരു കൂസലും ഇല്ലാതെ അങ്ങനെ ഇരിക്കുകയാണ്. ഉടനെ കാർപ്പ് വന്ന് ലൂഫിയോട് പറയും, അതാണ് നിന്റെ ബ്രദർ. നിന്നെ കഴിഞ്ഞും 3 വയസ്സ് മൂത്തതാണ്. നിങ്ങൾ രണ്ടുപേരും ഇനി ഇവിടെ ഒരുമിച്ച് വളരണമെന്ന് പറയും. അത് കേട്ട് ഇവിടെ ഇവരുടെ 3 പേരുടെയും നെഞ്ചില് വലിയൊരു ഹാർട്ട് അറ്റാക്ക് തന്നെ അങ്ങനെ വന്നു പോവാണ്. അങ്ങനെ ലൂഫിയെയും ആ വീട്ടിലേക്ക് പറഞ്ഞയച്ച് ഇപ്പൊ കാർപ്പ് തിരികെ പോവും. അപ്പോഴായിരിക്കും ആ ലേഡിയുടെ അസിസ്റ്റൻസ് അവരോടി വന്ന് ഇപ്പൊ ലൂഫിയുടെ കഴുത്തില് ഒരു കത്തി വെക്കും. മര്യാദക്ക് നീ ആരാണെന്ന് പറ. ലൂഫി ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയും, ഞാൻ കാർപ്പിന്റെ ഗ്രാൻഡ് ചൈൽഡ് ആണ്. അത് കേട്ട് അവര് ഷോക്കായി 4 ഭാഗത്തേക്ക് ഓടും. കേൾ ആണെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും കഴിക്കാനായിട്ട് ഫുഡുമായിട്ട് വരും. കേളിന്റെ അസിസ്റ്റൻസ് ആണെങ്കിൽ ലൂഫിയെ തള്ളി മാറ്റി അത് മുഴുവൻ അച്ചരം പൊച്ചരം കടിച്ചു പറിച്ച് തിന്നാണ്. ലൂഫിക്കാണെങ്കിൽ ഒരു പീസ് പോലും മീറ്റ് കിട്ടില്ല. ലൂഫി ഇപ്പോ ആ ലേഡിയോട് പറയും, എനിക്കും കുറച്ച് ഫുഡ് വേണം. ലൂഫി ആണെങ്കിൽ ഒരുപാട് സങ്കടത്തില് ഇപ്പൊ ഏസിനെ ചൂണ്ടിക്കാണിക്കും. അവൻ ഫുഡ് കഴിക്കുന്നത് കണ്ടില്ലേ, അവന്റെ പ്ലേറ്റില് ഒരുപാട് മീറ്റ് ഉണ്ട്, എനിക്കും അതുപോലെ മീറ്റ് വേണം. അതിനാൽ ലേഡി പറയും, ആക്ച്വലി ഏസ് ആണ് ഈ കാണുന്ന മീറ്റ് മുഴുവൻ ഇവിടേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് അവന് കഴിക്കാൻ അത്രയും ഫുഡ് ഞാൻ കൊടുത്തത്. നാളെ മുതൽ നീയും അവനെ പോലെ ഫുഡൊക്കെ കളക്ട് ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ നിനക്കും അത്രയും തന്നെ ഫുഡ് ഞാൻ തരും. അത് മാത്രം പോരാ, ഇവിടെയുള്ള ക്ലീനിങ് വർക്ക്, കുക്കിംഗ്, ഞങ്ങളുടെ കൂടെ കക്കാനും പിടിച്ചു പറിക്കാനും ഒക്കെ നീ കൂടെ ഉണ്ടാവണം. ഒരു കാരണവശാലും ഈ കാര്യമൊന്നും കാർപ്പ് അറിയാൻ പാടില്ല. ലൂഫിക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കര സന്തോഷം. ഞാൻ റെഡിയാണ്. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു പൈററ്റായി തീരണം എന്നതാണെന്ന് പറഞ്ഞ് അവനിപ്പോ എയ്സിന്റെ പിന്നാലെ പുറത്തേക്ക് പോവും. ആ ലേഡി ആണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. ഇവിടെ ലൂഫി അവൻ എയ്സിന്റെ പിന്നാലെ വന്ന് അവനെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ തമ്മിൽ ഇനി വഴക്കിന്റെ ആവശ്യമില്ല, നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കാന്ന് പറയും. അതിന് എയ്സ് അവൻ ഫുൾ കലിപ്പില് അവർ നിൽക്കുന്ന ബ്രിഡ്ജില് ആഞ്ഞടിച്ച് ലൂഫിയെ മുകളിലേക്ക് തെറിപ്പിക്കുകയാണ്. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഒരുപാട് സമയം കഴിയുമ്പോ എയ്സ് ആണെങ്കിൽ ഫിഷും മീറ്റും ഒക്കെ ആയിട്ട് തിരികെ വീട്ടിലേക്ക് വരും. ലൂഫിയെ മാത്രം ഇപ്പൊ അവന്റെ കൂടെ കാണാനില്ല. അവർ എയ്സിനോട് ലൂഫി അവിടെ അവൻ എന്ത് സംഭവിച്ചു എന്നൊക്കെ ചോദിക്കും. പക്ഷെ
എയ്സ് അതിന് മറുപടി ഒന്നും പറയാതെ അകത്തേക്ക് കയറി പോവാണ്. അവര് കരുതിയത് എയ്സും ലൂഫിയും അവർ രണ്ടുപേരും തിക് ഫ്രണ്ട്സ് ആകുമെന്നാണ്. പക്ഷേ അവരിപ്പോഴും കട്ട കലിപ്പിലാണെന്ന് അവരപ്പ തിരിച്ചറിയും. നമ്മുടെ ചുന്ദരി ലേഡിയുടെ അസിസ്റ്റൻസ് അവർ രണ്ടുപേരും ആ കാട് മുഴുവൻ കയറി ഇറങ്ങിയും ബൈനോക്കുലറൊക്കെ വെച്ചും ലൂഫിയെ അന്വേഷിച്ചു കൊണ്ടേയിരിക്കും. പക്ഷെ എന്താ, അവന്റെ പൊടി പോലും അവിടെ എവിടെയില്ല. രാത്രിയായിട്ട് ലൂഫിയെ കാണാതെ ടെൻഷനായി അവരിപ്പോ ലേഡിയോട് ലൂഫിയെ കാണാനില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് അവൻ അന്വേഷിക്കണമെന്ന് പറയും. അതിന് അവള് എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ആരെയും അന്വേഷിക്കാനൊന്നും പോകുന്നില്ല. കാർപ്പിന്റെ ഗ്രാൻഡ് ചൈൽഡിനെ നോക്കേണ്ടത് എന്റെ റെസ്പോൺസിബിലിറ്റി അല്ല, എനിക്കതിന് ടൈമും ഇല്ലാന്ന് തീർത്തു പറയും. ആക്ച്വലി എയ്സും ലൂഫിയും അവർ രണ്ടുപേരും നമുക്ക് വലിയൊരു തലവേദനയാണ്. ഒരുത്തം പോയാ അത്ര ആശ്വാസം നമുക്കുണ്ടാവുമെന്ന് പറഞ്ഞ് അവളങ്ങനെ ഹായായിട്ട് വെള്ളമടിച്ചിരിക്കുകയാണ്. അതേസമയം ഇവിടെ എയ്സ് അവനാണെങ്കിൽ അവന്റെ പപ്പയെക്കുറിച്ചും അവനെക്കുറിച്ചും മറ്റുള്ളവർ ബാഡായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ്. കോൾറെഡി റോജർ ആള് വെറും ഒരു വേസ്റ്റും വൃത്തികെട്ടവനുമാണ്. ആൾക്കൊരു മകനുണ്ടെങ്കിൽ ആളെപ്പോലെ തന്നെ അവനും ഒരു വേസ്റ്റും ബാഡായിട്ടുള്ള പേഴ്സണും ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അവനെ കളിയാക്കിയതൊക്കെ ആലോചിച്ച് അവൻ ഒരുപാട് ദേഷ്യത്തിലും വെറുപ്പിലും ബാധ്യതയിലും കുളിച്ച് ഇപ്പൊ പുറത്തേക്ക് വരും. അവൻ ക്യാഷ്വലായി ഇപ്പൊ വീടിനകത്തേക്ക് വരുമ്പോഴായിരിക്കും ആ ലേഡി പറയുന്ന കാര്യങ്ങൾ അവൻ ശ്രദ്ധിക്കുക. ലേഡി ആണെങ്കിൽ ഇപ്പൊ നിർത്താതെ പറയും, ലൂഫിയെ പോലെ തന്നെയാണ് എയ്സ്, അവനും നമുക്കൊരു വലിയ തലവേദന തന്നെയാണ്. അവൻ ആക്ച്വലി ആ കോൾഡി റോജർ മോൺസ്റ്ററിന്റെ മകനല്ലേ, സോ അവന്റെ സ്വഭാവവും അയാളെ പോലെ തന്നെയായിരിക്കും. അവർ രണ്ടുപേരും നമ്മുടെ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോവാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. നമുക്ക് എന്തെങ്കിലും ചെറിയൊരു റീസൺ പറഞ്ഞ് കാർപ്പിന്റെ കണ്ണിൽ പൊടിയിടാന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ കാര്യമായിട്ട് പ്ലാൻ ചെയ്യും. എയ്സിന്റെ കുഞ്ഞു ഹൃദയം അത് കേട്ട് തകർന്നു പോവും. എല്ലാവരും അവനെ ഒരു മോൺസ്റ്റർ ആയിട്ട് കാണുന്നതെന്ന് ചിന്തിച്ച് അവൻ തിരികെ അവന്റെ റൂമിലേക്ക് പോവും. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് രാത്രിയിൽ എല്ലാവരും കൂർക്കം വലിച്ചുറങ്ങുമ്പോ പുറത്താണെങ്കിൽ ഇപ്പൊ അതിശക്തിയായിട്ട് പട്ടി കുരയ്ക്കും. ആ സൗണ്ട് കേട്ട് നമ്മുടെ അസിസ്റ്റൻസ് അവരിപ്പോ പുറത്തേക്ക് ഒന്ന് നോക്കും. അവരെന്തോ കണ്ട് ഷോക്കായി നമ്മുടെ ചുന്ദരി ലേഡിയെ വിളിക്കും. ഉടനെ എല്ലാവരും വന്ന് പുറത്തേക്ക് നോക്കി ഡബിൾ ഷോക്കാവും. പുറത്ത് നമ്മുടെ ലൂഫി അവന്റെ ഡ്രസ്സൊക്കെ കേറി ബോഡി മുഴുവൻ കുറെ പരിക്കുകളൊക്കെ പറ്റി ചോരയിൽ കുടിച്ചു നിൽക്കുകയാണ്. ആ ലേഡി ആണെങ്കിൽ വമ്പ കലിപ്പില് ഇപ്പൊ ലൂഫിയുടെ അടുത്തേക്ക് വരും. ലൂഫിയുടെ കാറ്റ് പോയെന്ന് കരുതി അവൾ ഹാപ്പി ആയിട്ട് ഇരിക്കായിരുന്നു. നീ ഇത്രയും ദിവസം എവിടെയായിരുന്നു? ലൂഫി പറയും, ഞാൻ ആ കാട്ടില് അവിടെ പെട്ടുപോയി. ഒരുപാട് കുറുക്കന്മാരൊക്കെ എന്നെ അറ്റാക്ക് ചെയ്ത് കഷ്ടിച്ച് ഞാൻ രക്ഷപ്പെട്ട് എവിടേക്ക് ഓടി വരായിരുന്നു. ഓക്കെ, ഇനി മേലാൽ ഇങ്ങനെയുള്ള കുരുത്തക്കേടൊന്നും ഒപ്പിച്ച് വെക്കരുതെന്ന് പറഞ്ഞ് അവനെ പിടിച്ചു വലിച്ച് ഇപ്പൊ എയ്സിന്റെ റൂമിലേക്ക് ഇട്ട് കഥ അടയ്ക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത എയ്സ് ആണെങ്കിൽ നെക്സ്റ്റ് ഡേ എല്ലാ ദിവസത്തേതും പോലെ പുറത്തേക്ക് പോകും. അവന്റെ തൊട്ടു പിന്നാലെ നമ്മുടെ ലൂഫിയും വരാണ്. ലൂഫിക്കാണെങ്കിൽ എയ്സിനോട് യാതൊരു ദേഷ്യവും ഇല്ല. എയ്സ്, എനിക്ക് നിന്നോട് യാതൊരു ദേഷ്യവും ഇല്ല, ഇപ്പോഴെങ്കിലും നിനക്ക് എന്നോട് കൂട്ടുകൂടിക്കൂടെ, നമുക്ക് രണ്ടുപേർക്കും നല്ല ഫ്രണ്ട്സ് ആയിട്ട് മുൻപോട്ടേക്ക് പോവാം. എയ്സിനാണെങ്കിൽ ഇപ്പൊ ലൂഫി വലിയൊരു ശല്യമാണ്. അവൻ ആ കാട്ടിലൂടെ സ്പീഡിൽ ചാടിക്കയറി ഓടും. കാരണം എയ്സിന് ആ കാട് നന്നായിട്ട് അറിയാം. മാത്രമല്ല എയ്സ് ലൂഫിയെ കഴിഞ്ഞും എൽഡറാണ്. ഇവിടെ ലൂഫിക്കാണെങ്കിൽ എയ്സിന്റെ അത്രയും ഫാസ്റ്റില് അവന്റെ പിന്നാലെ പോകാൻ കഴിയില്ല. അവൻ ഒരുപാട് വിഷമത്തില് എയ്സിനെ തന്നെ നോക്കി നിൽക്കും. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ വിട്ടുകൊടുക്കില്ല. എയ്സുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ മുതലയുടെ തലയിലൊക്കെ ചവിട്ടി എയ്സിന്റെ പിന്നാലെ പോവും. അങ്ങനെ ദിവസങ്ങൾ പോകെ നമ്മുടെ ലൂഫി അവരിപ്പോ ഓൾമോസ്റ്റ് ആ കാടിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. എയ്സിനെ പോലെ വള്ളിയിൽ തൂങ്ങിയാടി പോവാനും പാറയുടെ മുകളിലേക്ക് വലിഞ്ഞു കയറാനും നമ്മുടെ ചെക്കൻ പഠിച്ചു. ആ ലേഡി ആണെങ്കിൽ ലൂഫിയെ കൊണ്ട് ഒരുപാട് ജോലി ചെയ്യിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ അവനാണെങ്കിൽ നൈസായിട്ട് അതിൽ നിന്നെല്ലാം എസ്കേപ്പ് ആയി എയ്സിന്റെ പിന്നാലെ തന്നെയാണ്. എയ്സ് ഇപ്പൊ ലൂഫിക്ക് നേരെ വലിയ പാറയൊക്കെ ഉരുട്ടിവിടും. അനാക്കോണ്ട പാമ്പിന്റെ മുൻപിലേക്ക് തള്ളിയിടും. കാട്ടിൽ ഒറ്റയ്ക്കാക്കും, വെള്ളത്തിലേക്ക് തള്ളിയിടും. പക്ഷേ എയ്സ് എന്തൊക്കെ ചെയ്താലും ലൂഫി ആണെങ്കിൽ യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ അവന്റെ പിന്നാലെ തന്നെ കൂടും. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കഴിയും. പക്ഷെ എയ്സ് ആണെങ്കിൽ ലൂഫിയെ അവന്റെ ഏഴായാലും തടുപ്പിക്കില്ല. ബാക്കിയുള്ളവർക്കെല്ലാം ഭയങ്കര കൺഫ്യൂഷൻ. എയ്സ് ഇത്രയും ക്രൂവലായിട്ട് ലൂഫിയോട് പെരുമാറിയിട്ടും പിന്നെയും എന്തിനായിരിക്കും അവൻ എയ്സിന്റെ പിന്നാലെ പോകുന്നതെന്ന് ചിന്തിച്ച് അവരങ്ങനെ വണ്ടറടിക്കും. ലൂഫി ആണെങ്കിൽ നെക്സ്റ്റ് ഡേയും നമ്മുടെ എയ്സിനെ ഫോളോ ചെയ്ത് വരികയാണ്. അപ്പോഴാണെങ്കിൽ വലിയൊരു ബീസ്റ്റ് ടൈഗർ എയ്സിന്റെയും ലൂഫിയുടെ മുൻപിലേക്ക് എടുത്തു ചാടും. നമ്മുടെ ആൾക്കാർ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ ഒരു കരടി അതിപ്പോ ആ ഒരു ബീസ്റ്റ് ടൈഗറുമായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് ആരംഭിക്കും. അപ്പോഴും ലൂഫി ആണെങ്കിൽ എയ്സിനെ വിടാതെ അവന്റെ പിന്നാലെ പോയി ഇപ്പൊ ഏതോ ഒരു സ്ഥലത്ത് വണ്ടറടിച്ച് നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.